ചില ആളുകൾക്ക് ഇത്ര ഭാഗ്യം ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്കവർ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്നു. ഇതെല്ലാം വിധിയുടെ ഒരു കളിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നിരുന്നാലും ഒരാഴമേറിയ സത്യം മറച്ചുവെക്കുന്നു. നിങ്ങളുടെ വിധി മറ്റാരും എഴുതുന്നില്ല. നിങ്ങളത് സ്വയം എഴുതുകയാണ്, എല്ലാ ദിവസവും, ഓരോ നിമിഷവും. എങ്ങനെ? നിങ്ങളുടെ വാക്കുകളിലൂടെ. കുട്ടിക്കാലം മുതൽ നിങ്ങളുടെ നാവ് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ചിന്താപൂർവം സംസാരിക്കുക തുടങ്ങിയ ഉപദേശങ്ങൾ നമ്മൾ കേൾക്കുന്നു. എന്നാൽ അതിന്റെ അർത്ഥം നമുക്ക് ശരിക്കും മനസ്സിലായോ? ഇന്ന് ഞാനൊരു രഹസ്യം, ഒരാഴമേറിയ സത്യം വെളിപ്പെടുത്താൻ പോകുന്നു. നിങ്ങളത് ശരിക്കും മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്താൻ അതിന് ശക്തിയുണ്ടെന്ന്. നിയമം വളരെ സിമ്പിളാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കുന്നു. പ്രപഞ്ചം, ഈ വിശാലമായ പ്രപഞ്ചം നിങ്ങളുടെ ശബ്ദം എങ്ങനെ കേൾക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ മുഴുവൻ പ്രപഞ്ചവും ഒരു വലിയ റെസ്റ്റോറന്റ് പോലെയാണെന്നും സങ്കൽപ്പിക്കുക. എന്നിരുന്നാലും ഈ റെസ്റ്റോറന്റിന് ഒരു പ്രത്യേക നിയമമുണ്ട്. മെനുവില്ല. വെയിറ്ററുമായി നിങ്ങൾ എന്ത് ഓർഡർ നൽകിയാലും അവൻ നിങ്ങളുടെ മേശയിലേക്ക് കൊണ്ടുവരുന്ന വിഭവം അതാണ്. ഇനി ചോദ്യമുയരുന്നത്, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഓർഡർ നൽകുന്നത്? നിങ്ങളുടെ വാക്കുകളിലൂടെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഓർഡർ നൽകുന്നു. എന്നാൽ നമുക്കെവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്? എനിക്ക് ദാരിദ്ര്യം വേണ്ട, എനിക്ക് അസുഖം വരാൻ ആഗ്രഹമില്ല, എന്തുകൊണ്ടാണ് എനിക്ക് എപ്പോഴും മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത്? നിങ്ങൾ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ പ്രപഞ്ചം ഒരു കാര്യം മാത്രമേ കേൾക്കൂ: ദാരിദ്ര്യം, രോഗം, പ്രതികൂല സാഹചര്യങ്ങൾ. പ്രപഞ്ചം കഥകളിലെ ആ ജീനിയെപ്പോലെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഉച്ചരിക്കുന്ന ഓരോ വാക്കിനും ഒരു പ്രതികരണം മാത്രം നൽകുന്നു. തഥാസ്തു, അതായത് നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾ "ഞാൻ വളരെയധികം വിഷമിക്കുന്നു" എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ പ്രപഞ്ചം തഥാസ്തു എന്ന് മറുപടി നൽകുകയും കൂടുതൽ പ്രശ്നങ്ങൾ നിങ്ങളുടെ വഴിക്ക് അയക്കുകയും ചെയ്യും. നേരെമറിച്ച് "ഞാൻ അവിശ്വസനീയമാം വിധം സന്തോഷവാനും നന്ദിയുള്ളവനുമാണ്" എന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുകയാണെങ്കിൽ പ്രപഞ്ചം തഥാസ്തു എന്ന് പ്രതികരിക്കുകയും സന്തോഷം അനുഭവിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയും ചെയ്യും. സുഹൃത്തുക്കളെ, അത് മാന്ത്രികമല്ല, അത് ശാസ്ത്രമാണ്. നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ വായുവിൽ പ്രതിധ്വനിക്കുന്ന കേവലം ശബ്ദങ്ങളല്ല. വാക്കുകൾ ഊർജ്ജമാണ്. വാക്കുകൾ വൈബ്രേഷനുകളാണ്. നിങ്ങൾ എപ്പോഴെല്ലാം സംസാരിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങൾ ലോകത്തിലേക്ക് ഒരു പ്രത്യേക ആവൃത്തി പുറപ്പെടുവിക്കുന്നു. ഒരു റേഡിയോയുടെ സാമർഥ്യം പരിഗണിക്കുക. നിങ്ങൾ 93.5ലേക്ക് ട്യൂൺ ചെയ്താൽ 93.5ൽ മാത്രം പ്ലേ ചെയ്യുന്ന ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് 98.3ലേക്ക് ട്യൂൺ ചെയ്യാനും 93.5ൽ നിന്നുള്ള ഗാനങ്ങൾ കേൾക്കാൻ പ്രതീക്ഷിക്കാനും കഴിയില്ല. അതുപോലെ നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളൊരു നിശ്ചിത ഇടവേളയിൽ നെഗറ്റീവ് വികാരങ്ങൾ പുറപ്പെടുവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് സംഭവങ്ങൾ എങ്ങനെ പ്രകടമാകുമെന്ന് നിങ്ങൾക്കെങ്ങനെ പ്രതീക്ഷിക്കാം? അത് അസാധ്യമാണ്. ദിവസം മുഴുവൻ ഞങ്ങൾ ഏകദേശം 60,000 ചിന്തകൾ ഉണർത്തുകയും എണ്ണമറ്റ വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ സ്വയം പറഞ്ഞതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കൂ. "ഞാനിത് ചെയ്യാൻ കഴിയില്ല, ഞാൻ ക്ഷീണിതനാണ്, ജനങ്ങൾ ഭയങ്കരരാണ്." അറിയാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിനായി ഒരു നെഗറ്റീവ് സ്ക്രിപ്റ്റ് എഴുതുകയാണ്. ഇത് നന്നായി മനസ്സിലാക്കാൻ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം. നമ്മുടെ ഉപബോധ മനസ്സ്, അതായത് ബോധപൂർവമായ അവബോധത്തിന് താഴെയുള്ള നമ്മുടെ മനസ്സിന്റെ ഭാഗം, ഒരു നിഷ്കളങ്കയെ കുട്ടിയെപ്പോലെയാണ് പെരുമാറുന്നത്. അത് പരിഹാസമോ തമാശകളോ മനസ്സിലാക്കുന്നില്ല. അതെ, അല്ല എന്നിവ തമ്മിലുള്ള വ്യത്യാസം അത് ഗ്രഹിക്കുന്നില്ല. "ഞാൻ പരാജയപ്പെടാൻ താൽപ്പര്യമില്ല" എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് "അല്ല" എന്ന വാക്കിൽ ഫിൽട്ടർ ചെയ്യുകയും പരാജയം എന്ന ആശയത്തിൽ മാത്രം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അതുവഴി നിങ്ങളെ നേരിട്ട് അതിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഗൂഗിളിനെ ഉദാഹരണമായി എടുക്കുക. നമുക്ക് അസുഖം വരുന്നത് എന്തുകൊണ്ട് എന്ന് ഗൂഗിളിൽ തിരഞ്ഞാൽ ആയിരക്കണക്കിന് രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. എന്നാൽ ആരോഗ്യത്തോടെ എങ്ങനെ ഇരിക്കാം എന്ന് തിരഞ്ഞാലോ? നല്ല ആരോഗ്യത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും. ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിനാണ് നിങ്ങളുടെ മനസ്സ്. നിങ്ങൾ ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരങ്ങളെ നിർണ്ണയിക്കും. നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾ നിങ്ങൾ കണ്ടെത്തുന്ന പാതയെ നിർണ്ണയിക്കും. അതിനാൽ ഇന്നു മുതൽ, ഈ നിമിഷം തന്നെ നിങ്ങളുടെ നിഘണ്ടു അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ശരിയായ സമീപനം എന്താണ്? പരാതിപ്പെടുന്നത് നിർത്തുക. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുക. "ഞാൻ കടത്തിൽ മുങ്ങുകയാണ്" എന്ന് പറയുന്നതിന് പകരം "പണം എന്നിലേക്ക് എളുപ്പത്തിൽ ഒഴുകുന്നു" എന്ന് പറയാൻ തുടങ്ങുക. "ഞാൻ ഏകാന്തനാണ്" എന്ന് പറയുന്നതിന് പകരം ഇത് പറയുക: "ഞാൻ എന്നിൽ പൂർണ്ണമായും സന്തുഷ്ടനാണ്, ആളുകൾ എന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നു." ഈ പ്രസ്താവനകൾ സ്ഥിരീകരണങ്ങൾ എന്നറിയപ്പെടുന്നു. നിങ്ങൾ എന്തെങ്കിലും വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ, പൂർണ്ണ ബോധ്യത്തോടെ സംസാരിക്കുമ്പോൾ, അത് നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിഞ്ഞുപോകും. നിങ്ങളുടെ ഉപബോധ മനസ്സ് എന്തെങ്കിലും സത്യമായി അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പ്രപഞ്ചവും അത് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കാൻ തുടങ്ങും.
ആദ്യമതൊരു നുണയാണെന്ന് തോന്നിയാലും നിങ്ങളോട് തന്നെ പോസിറ്റീവ് വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക. ക്രമേണ ആ നുണ സത്യമായി മാറും. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു ചെറിയ വെല്ലുവിളി വാഗ്ദാനം ചെയ്യുന്നു. അടുത്ത 24 മണിക്കൂർ ഒരു നെഗറ്റീവ് വാക്ക് പോലും നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് പുറത്തുവരാൻ അനുവദിക്കരുത്. സ്വയം വിമർശിക്കരുത്, മറ്റുള്ളവരെ വിമർശിക്കരുത്, നിങ്ങളുടെ ഭാഗ്യത്തെ ശപിക്കരുത്, നിങ്ങളുടെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തരുത്. ഒരു നെഗറ്റീവ് വാക്ക് വഴുതി വീഴാൻ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴെല്ലാം താൽക്കാലികമായി നിർത്തുക, ബോധപൂർവം അതിനെ ഒരു പോസിറ്റീവ് പ്രസ്താവനയാക്കി മാറ്റുക. നിങ്ങളുടെ വാക്കുകളിൽ മാന്ത്രികമുണ്ടെന്ന് നിങ്ങൾ ഉടൻ മനസ്സിലാക്കും. ഓർമ്മിക്കുക, നിങ്ങളുടെ നാവ് ഒരു പെയിന്റ് ബ്രഷ് പോലെയാണ്. നിങ്ങളുടെ ജീവിതം ക്യാൻവാസ്. ഇപ്പോൾ ഇരുണ്ടതുമായ നിറങ്ങൾ കൊണ്ട് അതിനെ പുരട്ടണോ, അതോ ഊർജ്ജസ്വലവും മനോഹരവുമായ നിറങ്ങൾ കൊണ്ട് നിറയ്ക്കണോ എന്നത് പൂർണ്ണമായും നിങ്ങളുടേതാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളത് സ്വീകരിക്കും. പ്രപഞ്ചം ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ കഥ മാറ്റിയെഴുതാൻ നിങ്ങൾ തയ്യാറാണോ?